ഹോങ്ങി അവളെ മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടാക്കുന്നു. അപ്പോഴേക്കും നേരം രാത്രിയായിരുന്നതിനാൽ താൻ ഉറങ്ങുന്നവരെ കൂട്ടിരുന്നിട്ട് അവൻ പോയിക്കൊള്ളാൻ അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഹോങ്ങി അവളെയും കൊണ്ട് അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നു. പക്ഷെ അതിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഹോങ്ങിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ അവിടെ നിർത്തിയിട്ട് അവൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ മുറിക്കുള്ളിൽ അവനെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ മാന്ത്രിക വിദ്യകൾ പ്രയോഗിച്ചിരിക്കുന്നത് കാണുന്നു. അവൻ ഒന്ന് വിരൽ ഞൊടിച്ച് അതെല്ലാം നശിപ്പിക്കുന്നുണ്ട്. ശരിക്കും രാജാവ് ഇവരുടെ തിരിച്ചുവരവിനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. പ്രിൻസസ് നിങ്ങാൻ ഇങ്ങനെ ഡീമൺ കിങ്ങിനെയും കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഒരു അറ്റൻഡർ ചെന്ന് രാജാവിനെ വിവരം അറിയിക്കുന്നു. ഫെയ്യു ഗാർഡ്സ് അവരെ പിടികൂടാനായി ഇപ്പോൾ ഫൈറ്റ് തുടങ്ങി കാണുമെന്നും അയാൾ പറയുന്നുണ്ട്. ശരിക്കും ഫെയ്യു ഗാർഡ്സ് ഈ സമയം ഹോങ്ങിയെ തളയ്ക്കാനായി ഫൈറ്റ് തുടങ്ങുകയും ചെയ്തിരുന്നു. ഷാവോ ഹോങ്ങിക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് നേതൃത്വം നൽകുന്ന ഫെയ്യു ഗാർഡ്സിൻ്റെ തലവിനെ ശരിക്കും ചോദ്യം ചെയ്യുന്നു. അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഹോങ്ങിക്ക് പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങാൻ വന്നത്. എന്നിട്ട് അയാളിപ്പോൾ അതെല്ലാം മറന്ന് നന്ദിയേട് കാണിക്കുകയാണല്ലോ. അവൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ പക്ഷേ നേരെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അശ്രദ്ധ കാരണം ഡീമൺസിൻ്റെ കയ്യിൽ പെട്ടുപോയ തന്നെ പ്രിൻസസ് രക്ഷപ്പെടുത്തി തിരികെ ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ അതിൻ്റെ നന്ദി കാണിക്കുന്നതിന് വേണ്ടി ഡീമൺ കിങ്ങിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞൊപ്പിച്ചത്. ഹോങ്ങിക്ക് അതുവരെ അവരെ ഉപദ്രവിക്കണമെന്നുണ്ടായിരുന്നില്ല. അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവൻ അവരെ ഉപദ്രവിക്കാനായി തയ്യാറെടുക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഷാവോ അവനെ തടഞ്ഞിട്ട് എൻ്റെ വയറ്റിൽ ഹോങ്ങിയുടെ കുഞ്ഞുണ്ട്, അതുകൊണ്ട് ഹോങ്ങി ഉപദ്രവിക്കുന്നത് എന്നെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു. ഇത് കേട്ടതോടെ ഫെയ്യു ഗാർഡ്സിൻ്റെ തലവൻ അവളെ കൂടി കൊല്ലാനായിട്ട് ഉത്തരവിടുന്നു. അത് ഡീമൺസിനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഹോങ്ങി അവൾ ഇങ്ങനെ പറയുന്നത് കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. ഫെയ്യു ഗാർഡ്സിൻ്റെ തലവൻ ഇങ്ങനെ പറഞ്ഞതോടെ അവൻ പെട്ടെന്ന് അവളുടെ അടുത്ത് നിന്ന് പോയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം ഒരുമിച്ച് പിടിച്ചു വാങ്ങുന്നു. തിരികെ ഷാവോയുടെ അടുത്തെത്തിയിട്ട് അത് നശിപ്പിക്കുന്നു. ആരെങ്കിലും അവളെ തൊട്ടാൽ അവരെ ഞാൻ വെറുതെ വിടുകയില്ല എന്നും അവൻ പറയുന്നുണ്ട്. ഈ സമയത്താണ് രാജാവിൻ്റെ ഒരു ഓർഡറുമായിട്ട് കുറച്ച് പേർ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അന്നയാൾ ഫെയ്യു ഗാർഡ്സിനെ എല്ലാം വഴക്ക് പറയുന്നു. അതിനുശേഷം ഹോങ്ങയെയും പ്രിൻസസിനെയും രാജാവ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവർ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. രാജാവ് ഇവരുടെ അടുത്തേക്ക് വന്ന സമയത്ത് ആദ്യം ഷാവോയെ കണ്ടപ്പോൾ അവളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന രീതിയിൽ അവളോട് വലിയ സ്നേഹത്തോടെ സംസാരിക്കുന്നു. നീ ഡീമൺസിൻ്റെ ഇടയിലേക്ക് പോയിട്ട് സേഫായിട്ടാണോ തിരികെ എത്തിയത്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അദ്ദേഹം അവളെ വലിയ കെയർ ചെയ്യുന്നത് പോലെ കുറേ ചോദിക്കുന്നുണ്ട്. ഷാവോ ആദ്യം ഒന്ന് അമ്പരക്കുന്നു. പിന്നെ അദ്ദേഹം ചോദിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മറുപടി പറയുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഹോങ്ങയോട് സംസാരിക്കുന്നത് തന്നെ. പിന്നെ ബാക്കിയുള്ളവരോടെല്ലാം പുറത്തേക്ക് പോയി നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരോട് വളരെ രഹസ്യമായിട്ട് അദ്ദേഹം എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട്. ആദ്യമേ തന്നെ അയാൾ പറഞ്ഞത്, എനിക്ക് മാജിക്കൽ പവറൊന്നുമില്ല, സ്പിരിച്വൽ പവറൊന്നുമില്ല, അതുകൊണ്ട് എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് സാധിക്കുന്നതാണ്, വേണമെങ്കിൽ എന്നെ കൊന്നോളാൻ പറഞ്ഞ് അയാൾ കണ്ണടച്ച് നിൽക്കുന്നു. ഹോങ്ങിയെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഭയങ്കര സ്പീഡിൽ അയാളുടെ അടുത്തേക്ക് നിന്ന് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അവൻ പതുക്കെ അയാളെ സ്വതന്ത്രമാക്കുന്നു. എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാണല്ലോ അയാൾ തങ്ങളെ അങ്ങോട്ട് വിളിപ്പിച്ചത്. അതെന്താണെന്ന് അവൻ ചോദിക്കുന്നു. അവൻ തന്നെ കൊല്ലാൻ ഉദ്ദേശമില്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. അവന് പ്രിൻസസ് നിങ്ങാനെ ഇഷ്ടമായ സ്ഥിതിക്ക് അവളുമായിട്ടുള്ള അവൻ്റെ വിവാഹം നടത്തിത്തരാൻ താൻ തയ്യാറാണ്. അവന് ശരിക്കും അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. തനിക്ക് അവളെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഹോങ്ങി പറഞ്ഞപ്പോൾ രാജാവ് ഭയങ്കര സന്തോഷമുള്ളതായി കാണിക്കുന്നു. ഇത്രയും കാലം ഷാവോയുടെ കാര്യത്തിൽ ഒരുപാട് കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പല സാഹചര്യങ്ങൾ കൊണ്ട് തനിച്ചാക്കേണ്ടി വന്നിട്ടുണ്ട്, അവളോട് മോശമായി പെരുമാറേണ്ടി വന്നിട്ടുണ്ട്, അതൊക്കെ ഇനി മാറുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഷാവോയോട് ആദ്യം സോറി പറഞ്ഞിട്ട് അവളുടെ അമ്മയുടെ ചിത്രം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ തൂക്കിയിട്ടിരുന്ന ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അതാണ് അവളുടെ അമ്മ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഒരു അക്കാഡമിയിൽ വെച്ചാണ് അദ്ദേഹം ആദ്യം അവളുടെ അമ്മയെ കാണുന്നത്. അന്ന് ഒരു തത്തയോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവർ. അങ്ങനെ ആദ്യ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് അവരെ ഇഷ്ടപ്പെടുന്നു. പിന്നീട് അവരെ കാണുന്നതിന് വേണ്ടി പലപ്പോഴും ആ അക്കാഡമിയിലേക്ക് പോവുകയും അവർ തമ്മിൽ സൗഹൃദത്തിലാവുകയും ചെയ്തു. സൗഹൃദം വളർന്നു കഴിഞ്ഞപ്പോൾ അവരോടുള്ള ഇഷ്ടം കാരണം ഭാര്യയാക്കാൻ വേണ്ടി അവരെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. കൊട്ടാരത്തിലെത്തിയ ശേഷവും അവർ പല മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ സംസാരിക്കുന്നത് ഇദ്ദേഹം കാണാനിടയായി. അന്നൊന്നും അതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പിന്നീട് ഒരിക്കലാണ് അവരുടെ ബ്ലഡിന് മൈലുകളോളം ദൂരെയുള്ള ആനിമൽസിനെ അട്രാക്ട് ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നത്. അതോടെ അവർ ഒരു ഡീമനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു ഡീമനും മനുഷ്യനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അങ്ങനെ എതിർപ്പുകൾ കൂടിയപ്പോഴാണ് അവളുടെ അമ്മ കൊട്ടാരത്തിന് പുറത്ത് മറ്റൊരു കൊട്ടാരത്തിൽ പോയി താമസമാക്കിയത്. അവിടെ വച്ചാണ് അവൾക്ക് ജന്മം നൽകിയതും ആ പ്രസവത്തിൽ കോംപ്ലിക്കേഷൻസ് കാരണം അവർ മരണപ്പെട്ടതും. കുട്ടിയായിരുന്ന അവളെ തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരുപാട് ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അവൾ ഒരു ദുർവതിയാണ് എന്ന് പലരും വിധി എഴുതുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നാളെ ഒരിക്കൽ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ടുള്ള നല്ല ബന്ധത്തിന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹം അവളെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവളിങ്ങനെ ഡീമൺ കിങ്ങുമായിട്ട് പ്രണയത്തിലായ സ്ഥിതിക്ക്
അതും ആകെ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് ഒളിച്ച് ഒരു വിവാഹം നടത്താതെ എല്ലാവരുടെയും മുന്നിൽ കൂടി വന്ന് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് രാജാവ് ഹോങ്ങയോട് ചോദിക്കുന്നു. ഹോങ്ങയെ വേഗം ഷാവോയുടെ അടുത്തേക്ക് എന്നിട്ട് അവളെ അങ്ങനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. അതോടെ രാജാവിന് സന്തോഷമാവുന്നുണ്ട്. ഇങ്ങനെ മറ്റൊരു രീതിയിൽ മനുഷ്യരുടെയും ഡീമൻസിൻ്റെയും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഈ വിവാഹം തന്നെയാണ് എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നു. ഷാവോയുടെയും ഹോങ്ങയുടെയും പ്ലാൻ അതുതന്നെ ആയിരുന്നതുകൊണ്ട് അവരും ഈ തീരുമാനത്തിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് രാജാവ് മറ്റൊരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചത്. വിവാഹത്തിന് മുമ്പായിട്ട് ഹോങ്ങയെ ആ കുൻലുൻ മിറർ കണ്ടെത്തി കൊണ്ടുവരണം. യൂലിയസ് സ്പ്രിംഗ് കണ്ടെത്തി കഴിഞ്ഞാൽ മനുഷ്യർക്കും ഡീമൻസിനും ഒരേപോലെ അമരന്മാരായി തുടരാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് അതിന് സഹായിക്കണമെന്ന് രാജാവ് പറയുന്നു. അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിലും ഷാവോയ്ക്ക് വേണ്ടി അത് കണ്ടെത്തണമെന്ന് ഹോങ്ങയെ നേരത്തെ തന്നെ മനസ്സിൽ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് അവൻ ഇക്കാര്യം പെട്ടെന്ന് തന്നെ സമ്മതിക്കുന്നു. പക്ഷെ അത് കണ്ടെത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഷാവോ പറഞ്ഞപ്പോൾ രാജാവ് പിന്നെയും അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ യൂലിയസ് സ്പ്രിംഗ് കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ മനുഷ്യരും ഡീമൻസും തമ്മിലുള്ള ഈ ഫൈറ്റ് അവസാനിപ്പിക്കാൻ സാധിക്കും. കാരണം മനുഷ്യർക്ക് വേണ്ടി അത് കണ്ടെത്തിയത് അവനാണല്ലോ. അപ്പോൾ പിന്നെ അവൻ്റെ വംശക്കാർക്കെതിരെ മനുഷ്യർ ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതാവുമ്പോൾ എല്ലാവരും അവനെ അംഗീകരിക്കുകയും ചെയ്യും. പിന്നെ യൂലിയസ് സ്പ്രിംഗ് ഇല്ലെങ്കിൽ വെറുമൊരു മനുഷ്യനായ പ്രിൻസസ് അധികം വൈകുന്നതിന് മുമ്പ് മരിച്ചു പോവും. ഹോങ്ങയെ പിന്നെ അവൾക്ക് വേണ്ടി എണ്ണമില്ലാതെയുള്ള വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനെ യൂലിയസ് സ്പ്രിംഗ് കിട്ടി അവൾ അമരത്വം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവളെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ രാജാവ് പറയുന്നുണ്ട്. ഇതെല്ലാം ഹോങ്ങയെ അംഗീകരിക്കുന്നു. അദ്ദേഹം പറയുന്ന പോലെ യൂലിയസ് സ്പ്രിംഗ് കണ്ടെത്താൻ സഹായിക്കാമെന്ന് അവൻ വാക്ക് കൊടുക്കുന്നുണ്ട്. താൻ തിരികെ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കാൻ ഷാവോയോട് പറഞ്ഞിട്ട് ഹോങ്ങയെ അപ്പോൾ തന്നെ കുൻലുൻ മിറർ അസംബിൾ ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. കുറേ അധികം കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും അവൻ ആ കുൻലുൻ മിററിൻ്റെ ഭാഗങ്ങൾ എല്ലാം ഒരുമിച്ചാക്കുന്നുണ്ട്. അതോടെ ഇവരുടെ വിവാഹവും നടക്കാൻ പോവുകയാണ്. വിവാഹ ദിവസം രാവിലെ ഷാവോ വിവാഹത്തിനായി തയ്യാറെടുത്തിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവൾക്ക് വിവാഹ സമ്മാനമായിട്ട് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. ഷാവോ ഇതിൻ്റെയൊക്കെ നടുവിലിരിക്കുകയാണെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ മുമ്പ് അവൾ വായിച്ചിട്ടുള്ള ആ ഹിസ്റ്ററി ബുക്കിൽ കണ്ട കാര്യങ്ങളാണ്. ആ വിവാഹ ദിവസമാണല്ലോ ഹോങ്ങയെ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി നൂറുകണക്കിന് മനുഷ്യരെ കൊന്നു എന്നൊക്കെ ആ റെക്കോർഡ്സിൽ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു അവൾ. ഈ സമയത്താണ് രാജാവ് അവളെ കാണാനായി അങ്ങോട്ടേക്ക് വന്നത്. രാജകൊട്ടാരത്തിലെ അംഗങ്ങൾ വിവാഹത്തിന് മുമ്പ് അവരുടെ പൂർവ്വരെ ചെന്നാണ്ട് വണങ്ങുന്ന ഒരു പതിവുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ മെമ്മോറിയൽ ഫലകങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മുറിയിലേക്കാണ് അദ്ദേഹം അവളെ കൂട്ടിക്കൊണ്ടു പോയത്. അവിടെ ചെന്ന് അവർക്ക് മുന്നിൽ തിരി കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതുവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം അദ്ദേഹം മാറ്റി പറയുന്നുണ്ട്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള രീതി ഷാവോയ്ക്ക് മനസ്സിലാവുന്നത്. ശരിക്കും അവളുടെ വിവാഹം നടത്തി ഹ്യൂമൻസിനെയും ഡീമൻസിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനൊന്നുമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവളുടെ ഹോങ്ങയെ ട്രാപ്പിലാക്കി ഇത്രയും കാലം കൊല്ലപ്പെട്ട തങ്ങളുടെ പൂർവികർക്കൊക്കെ നീതി നേടിക്കൊടുക്കുകയാണ് അയാളുടെ ഉദ്ദേശം. അപ്പോൾ തന്നെ അമ്മയെക്കുറിച്ച് പറഞ്ഞതൊക്കെയോ എന്ന് ഷാവോ ചോദിച്ചപ്പോൾ അവൾ ശരിക്കും ഒരു ഡീമനായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് അവളുടെ യഥാർത്ഥ രീതി മനസ്സിലായി. നിനക്ക് ജന്മം നൽകിയ ശേഷം ഞാൻ തന്നെയാണ് അവളെ കൊന്നത് എന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ തുറന്ന് പറയുന്നു. അവൾ തൻ്റെ ബ്ലഡ് ആയതുകൊണ്ട് മാത്രമാണ് അന്ന് അവളെ കൊല്ലാതെ വിട്ടത്. ഇവിടെ തിരികെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കൊട്ടാരത്തിൽ തനിച്ച് താമസിപ്പിച്ചിരുന്നതും അവളുടെ ഒറിജിനെ പറ്റി ആരും അവളോട് പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അവസാനം അവൾ ഡീമൻ കിങ്ങുമായി പ്രണയത്തിലാവുകയും ചെയ്തു. ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയെങ്കിലും ഡീമൻസുമായിട്ട് യാതൊരു ഇടപാടിനും പോവില്ല, അവരെ ശത്രുക്കളായി കണ്ടോളാമെന്ന് സത്യം ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷേ ഷാവോ അതിന് തയ്യാറാവുന്നില്ല. നീ ഡീമൻ കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോയി തിരികെ വന്ന സമയത്ത് തന്നെ ഇവിടെ എല്ലാവരും കൂടി നിന്നെ കൊല്ലേണ്ടതായിരുന്നു. ഡീമൻ കിങ് നിന്നെ തിരികെ കൊണ്ട് വിട്ടതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഫെയ്യു ഗാർഡ്സ് അന്ന് തന്നെ നിന്നെ കൊന്നേനെ എന്നൊക്കെ രാജാവ് അവളോടിപ്പോൾ പറയുന്നുണ്ട്. രാജാവിൻ്റെ ഉദ്ദേശം മുഴുവൻ മനസ്സിലായതോടെ ഷാവോ അയാൾക്കെതിരായി തിരിയുന്നു. അദ്ദേഹം പറയുന്നത് പോലെ താൻ അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ തയ്യാറല്ല. ഇങ്ങനെ ഹോങ്ങയ്ക്കെതിരായി ഓരോന്ന് പ്രവർത്തിക്കാൻ ചിന്തിക്കാതെ ആ ചിന്തകളെല്ലാം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ രാജാവ് അവൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല താൻ പറയുന്നത് പോലെ ഡീമൻ കിങ്ങിനെ കൊല്ലുകയും ഡീമൻ വാലിയുടെ മാപ്പ് തനിക്ക് വരച്ചു തരികയും ചെയ്തില്ലെങ്കിൽ അവളെ കൊല്ലും എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. ഷാവോ അതിന് തയ്യാറല്ല എന്ന മട്ടിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ രാജാവ് നേരത്തെ കയ്യിൽ കരുതിയിരുന്ന ഒരു താലിസ്മാൻ അവളുടെ പുറത്ത് ഒട്ടിക്കുന്നു. അതോടെ അവൾ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാവുന്നുണ്ട്. അവൾക്ക് അവിടെ നിന്ന് ഒന്നനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാവുന്നുണ്ട്. ഇവളിങ്ങനെ ഡീമൻ കിങ്ങുമായിട്ട് ഇടപഴകുന്നുണ്ട് എന്ന് അറിഞ്ഞ് ഒരു മാസത്തോളമായി കഷ്ടപ്പെട്ട് അയാൾ തയ്യാറാക്കിയതായിരുന്നു ഇത്. ഇതുപയോഗിച്ച് ഹോങ്ങയെ കൊല്ലുകയാണ് അയാളുടെ ഉദ്ദേശം. അത് കഴിയുമ്പോൾ അവൾക്ക് തൻ്റെ ഒപ്പം ജീവിക്കണമെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ ഹോങ്ങയോടൊപ്പം മരിക്കാം എന്ന് പറഞ്ഞിട്ട് രാജാവ് അവിടെ നിന്ന് പോകുന്നു. ഹോങ്ങയെ ഈ ചതിയൊന്നും അറിയാതെ ആ കുൻലുൻ മിററുമായിട്ട് വിവാഹത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ. ഇങ്ങനെ മനുഷ്യരെ പൂർണ്ണമായും വിശ്വസിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയാകുമോ എന്ന് ഷാമോ അവനോട് ചോദിക്കുന്നുണ്ട്. മറ്റു മനുഷ്യരൊന്നും വിശ്വാസമില്ലെങ്കിലും ഷാവോയെ പൂർണ്ണ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോങ്ങയെ പോകാൻ തയ്യാറെടുക്കുന്നത്. അവൻ കൂടെ ചെല്ലാമെന്ന് പറയുന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ ഇവിടെയുള്ള ബാക്കി ഡീമൻസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് ഹോങ്ങയെ തനിച്ചാണ് കുൻലുൻ മിററുമായി പുറപ്പെട്ടത്.
ഹോങ്ങെ പോയി കഴിഞ്ഞപ്പോൾ ഷാമു മനസ്സിനൊരു സമാധാനമില്ലാത്തതുകൊണ്ട് ഷാമിങ്ങിനെ പുറത്തു കൊണ്ടുവന്ന് അവനുമായിട്ട് സംസാരിക്കുന്നു. ഹോങ്ങി ഇങ്ങനെ തനിച്ച് പോകുന്നത് മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നമുക്കും കൂടി അവിടെ വരെ പോയാലോ എന്നാണ് ഷാമിങ്ങിനോട് ചോദിക്കുന്നത്. പക്ഷേ തങ്ങൾ ഫോളോ ചെയ്യുന്ന അറിഞ്ഞാൽ ഹോങ്ങിയെ വഴക്ക് പറയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഷാമിങ് അതിനെ എതിർക്കുന്നുണ്ട്. അവസാനം ഷാമുവിന് നിർബന്ധമാണെങ്കിൽ അവൻ പോയിക്കൊള്ളാൻ ഷാമിങ് പറയുന്നുണ്ട്. ഷാവോ ഈ സമയം പൂർണ്ണമായും വിവാഹ ദേശത്തിൽ റെഡിയായി കഴിയുന്നു. പക്ഷേ അവൾക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവളുടെ മനസ്സിൽ അവൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ പുറമെ അവൾക്ക് കൈയും കാലും ചലിപ്പിക്കാനോ എന്തെങ്കിലും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷനാണ്. മുഹൂർത്തമായി എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുകൾ വന്നിട്ടും ഷാവോ മുന്നോട്ട് പോകാൻ തയ്യാറാവാതെ നിൽക്കുകയാണ്. താൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഹോങ്ങിയെ മരിക്കുമെന്ന് ഷാവോയ്ക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾ പറ്റാവുന്നത്ര പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ അവളിങ്ങനെ എതിർക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവളെ കൺട്രോൾ ചെയ്യാനായി രാജാവ് വേറെ മാർഗ്ഗങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് കുറേ ഫെയ്യു ഗാർഡ്സ് ചേർന്ന് അവളെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു പാവയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല. രാജാവും ഇവളിങ്ങനെ എത്താത്തത് കൊണ്ട് അക്ഷമയോടെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഹോങ്ങിയെ വിവാഹവേഷത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. രാജാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവൻ കുൻലുൻ മിറർ അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം അത് കയ്യിലേക്ക് തരാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഷാവോയ്ക്കുള്ള എൻ്റെ സമ്മാനമാണ്, അവൾ വന്ന ശേഷം നേരിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്തോളാമെന്നാണ് ഹോങ്ങിയെ പറയുന്നത്. അദ്ദേഹം എതിർപ്പൊന്നുമില്ലാതെ സമ്മതിക്കുകയും ചെയ്യുന്നു. അവൾ ഒരുങ്ങി കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് എത്താത്തതെന്നാണ് ഹോങ്ങിയെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്. ഷാവോയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അവിടെയുള്ളവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ താൻ പോയില്ലെങ്കിൽ അത്രയും നേരം ഹോങ്ങിയെ സേഫാണ്, പോവാതെ ഇവിടെ പിടിച്ചു നിൽക്കണമെന്നുള്ള ഒറ്റ ചിന്തയോടെ ഷാവോ അവിടെ നനങ്ങാതെ നിൽക്കുകയാണ്. മറ്റേ മന്ത്രവാദികളാണെങ്കിൽ ഇവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി സകല പണിയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയമായിട്ടും ഷാവോ എത്താത്തത് കാരണം അവൾ എവിടെയെന്ന് ഹോങ്ങി അന്വേഷിക്കുന്നു. അവൻ്റെ രീതിയും മാറുന്നുണ്ട്. അവൻ വയലൻ്റ് ആവാൻ തുടങ്ങുന്നതുകൊണ്ട് ഫെയ്യു ഗാർഡ്സ് അങ്ങനെ നേരെ ഫൈറ്റ് ചെയ്യാനായി തയ്യാറെടുക്കുന്നു. അതോടെ നിങ്ങളാണ് നിങ്ങളുടെ വാക്കിൽ നിന്ന് പിന്മാറിയത്, ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഹോങ്ങിയെ അവരുമായി ഫൈറ്റ് ചെയ്ത് അവരെല്ലാം നിലംപരിശാക്കുന്നുണ്ട്. രാജാവാണെങ്കിൽ പേടിച്ച് അവരുടെ തോളിച്ച് നിൽക്കുകയാണ്. കാര്യങ്ങൾ ഇത്രയും ആയപ്പോഴേക്കും ആ മന്ത്രവാദികൾക്ക് ഷാവോയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ അവർ അവളെ മുന്നോട്ട് നടത്താൻ തുടങ്ങിയിരുന്നു. ഹോങ്ങിയെ ഫെയ്യു ഗാർഡ്സിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയ സമയത്താണ് ഷാവോ അവിടെ എത്തുന്നത്. അവളെ കണ്ടതോടെ അവൻ അവരെ വിട്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾക്ക് പക്ഷേ സ്വന്തമായിട്ട് ഒന്നും പെരുമാറാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണല്ലോ. എനിക്കിത് എന്ത് പറ്റി? കുൻലുൻ മിറർ ഞാൻ കണ്ടെത്തി എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോങ്ങി കുൻലുൻ മിറർ അവളെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാവുന്നില്ല. അവൾക്ക് എന്തോ മാറ്റമുണ്ട് എന്ന് അവന് മനസ്സിലാവുന്നു. പക്ഷേ എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്തേക്ക് വരരുത്, എൻ്റെ ശരീരം ഇപ്പോൾ എൻ്റെ കൺട്രോളിലല്ല എന്നൊക്കെ ഷാമോ മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും അവനൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴേക്കും ആ മന്ത്രവാദികൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവൾക്ക് പറയേണ്ടി വരുന്നുണ്ട്. ഡീമൺസ് ഞങ്ങളുടെ ജന്മശത്രുക്കളാണ്, നിന്റെ മനസ്സിൻ്റെ ശ്രദ്ധ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊക്കെയാണ് ഷാവോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോങ്ങെ ഇത് കേട്ട് ആകെ വിഷമത്തിലാവുന്നുണ്ട്. പക്ഷേ അവൻ മുന്നോട്ട് അവളുടെ അടുത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഫെയ്യു ഗാർഡ്സ് എല്ലാം എഴുന്നേറ്റ് വന്ന് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഇവനെ കുറേ മാന്ത്രിക ചങ്ങലകൾ കൊണ്ട് ചുറ്റി വരയുന്നുണ്ട്. അത് മാത്രമല്ല ഇവൻ നടന്നു പോകുന്ന ഭാഗത്തെല്ലാം അവർ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന മാന്ത്രിക വലയങ്ങളൊക്കെ ആക്ടിവേറ്റ് ആവുന്നു. പക്ഷേ ഹോങ്ങെ ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആ മന്ത്രവാദികൾ വേറെ എന്തൊക്കെയോ അവനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഷാവോ ഒന്നും പുറത്തേക്ക് പറയാൻ തയ്യാറാവുന്നില്ല. അവൾ വാ പൂട്ടി പിടിച്ചിരിക്കുകയാണ്. ഹോങ്ങിയെ മുന്നോട്ട് പോകുന്നതോറും ഫെയ്യു ഗാർഡ്സ് അവനെ കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നേരെ കുറേ അമ്പുകൾ എയ്യുകയും അതേപോലെ വലിയ ഹുക്കുകൾ കൊണ്ട് അവനെ തളയ്ക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുറിവുണ്ടായി ബ്ലഡൊക്കെ ഒഴുകുന്നുണ്ടെങ്കിലും ഹോങ്ങി അതൊന്നും കാര്യമാക്കാതെ പിന്നെയും അവളുടെ അടുത്തേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് പോയിക്കൂടെ എന്നൊക്കെ ഷാവോ മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവന് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഹോങ്ങി അവളുടെ അടുത്തെത്താറായപ്പോഴേക്കും ആ ഫെയ്യു ഗാർഡ്സ് എല്ലാം കൂടി അവനെ വലിച്ച് പുറയിലേക്ക് എറിയുന്നുണ്ട്. പക്ഷേ അവൻ അവരുടെ ആ ചങ്ങലയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അവർ വേറെന്തോ കൂടുതൽ ശക്തമായ വിദ്യ പ്രയോഗിക്കുന്നു. അതോടെ ഹോങ്ങി നിലത്തേക്ക് വീഴുന്നുണ്ട്. ഈ സമയത്ത് രാജാവ് ഒരു വാളെടുത്ത് ഷാവോയുടെ അടുത്തേക്ക് എറിഞ്ഞിട്ട് അവളോട് അവനെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുന്നു. ആ മന്ത്രവാദികൾ അതേപോലെ തങ്ങളുടെ കൺട്രോൾ ഉപയോഗിച്ച് അവളെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഷാവോ ആ വാൾ കയ്യിലെടുത്ത് ഹോങ്ങിയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങുന്നുണ്ട്. അവൾ ആ വാളുമായി അടുത്തെത്താറായപ്പോൾ നീ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഹോങ്ങിയെ വിഷമത്തോടെ ചോദിക്കുന്നു. ആ മന്ത്രവാദികളുടെ കൺട്രോൾ കാരണം ഇല്ല എന്നാണ് ഷാവോ പറഞ്ഞത്. അതവനെ ആകെ തളർത്തുന്നു. ഷാവോ ആ വാൾ അവന് നേരെ ഉയർത്തുന്നുണ്ടെങ്കിലും അവൾ അവനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ശരീരം അലിഞ്ഞ് ഇല്ലാതെ ആവുന്നുണ്ട്. അവൻ ഇരുന്നിടത്ത് ആ ഡ്രസ്സ് മാത്രം ബാക്കിയാവുന്നു. അപ്പോഴേക്കും ഷാവോയുടെ ശരീരത്തിൽ ഒട്ടിച്ചിരുന്ന ആ താലിസ്മാൻ്റെയും ശക്തി തീരുന്നുണ്ട്. അതോടെ അവൾക്ക് രാജാവിൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നു. ആ വാൾ താഴേക്കിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് അവൾ ഹോങ്ങിയുടെ ഡ്രസ്സിനടുത്തേക്ക് ഇരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും രാജാവ് ഓടി വന്ന് അവൻ്റെ ഡ്രസ്സിൽ നിന്ന് ആ കുൻലുൻ മിറർ കയ്യിലെടുക്കുന്നു. അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. പക്ഷേ അത് തനിയെ വീണ്ടും ചിതറി കഷ്ണങ്ങളായിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. അതുകൊണ്ട് രാജാവിനത് കിട്ടുന്നില്ല.
ഓങ്ങിയുടെയും പ്രിൻസസ് നിയാൻ്റെയും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഷാവോ ഇപ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കുകയാണല്ലോ. അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓങ്ങിയുടെ കണ്ണുനീരിൻ്റെ അംശം അവളുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകാൻ തനിക്കതാണ് ആവശ്യമെന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ അത് കയ്യിലെടുക്കുന്നുണ്ട്. അത് കയ്യിലേക്ക് എത്തിയതോടെ അവളും അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. അവളിപ്പോൾ തിരികെയുള്ള യാത്രയിലാണ്. ആ ടൈം അരയ്ക്കുള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം താൻ അസൂയയോടെ നോക്കിയിരുന്ന പ്രിൻസസ് നിങ്ങാൻ താൻ തന്നെ ആയിരുന്നുവെന്ന് അവൾക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തിരികെ വരുന്നത് വെയിറ്റ് ചെയ്യാൻ അവൾ ഹോങ്ങിയോടായി പറയുന്നുണ്ട്.